ഇനി അല്പസമയത്തിനുള്ളിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ദയവ് ചെയ്ത് വോട്ടിംഗ് കഴിയുന്നത് വരെ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, അവരെ കണ്ടില്ലല്ലോ. എങ്ങനെയും തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. മാനേജർ സർ, 9 മണിയാകാൻ ഇനി 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. 9 ആയ ഉടൻ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്ത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആര് വന്നാലും വന്നില്ലെങ്കിലും ഇലക്ഷൻ നടന്നിരിക്കണം. ഓക്കെ സാർ. നിങ്ങൾ മാത്രമേ വന്നുള്ളോ? എന്റെ എതിർ സ്ഥാനാർത്ഥി വസുന്ധര ഇങ്ങോട്ട് വന്നില്ലേ? വസുന്ധര വരില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാവൂവര്. അവര് വന്നില്ലെങ്കിൽ പിന്നെ ഇലക്ഷന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ തന്നെ യുണാനിമസ് ലീഡർ. അങ്ങനെയൊന്നും ധൃതി പിടിക്കരുത് ചേട്ടാ. ചേച്ചി ഒന്ന് വന്നോട്ടെ. എപ്പോ വരും അവര്? ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയേ. അവിടേക്ക് നോക്കിയേ. പാവം, എന്ത് പറ്റിയതാ ഇവർക്ക്? ആക്സിഡന്റ് പറ്റിയോ എന്തോ? കൈ ഒടിഞ്ഞിട്ടുണ്ടല്ലോ. തലയിൽ നല്ല മുറിവുണ്ട്, കണ്ടില്ലേ? ആശുപത്രിയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നതുപോലെ ഉണ്ട്. വസുന്ധര, താൻ എവിടെ പോവാ? ഞാനിപ്പോ വരാട്ടാ. എന്ത് വേഷാണോ ഇത്? ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച വേഷം. ഇന്നലെ മുഴുവൻ ചേച്ചി ഇരുന്ന് ആലോചിച്ചത് ഈ ഒരു ഗെറ്റപ്പിന് വേണ്ടിയായിരുന്നോ? അല്ല, ഇന്നലെ ഞാൻ വീട്ടിലിരുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കൊരു ടെൻഷൻ കൊടുക്കാൻ വേണ്ടി. ഈ ഐഡിയ എനിക്ക് മെനിഞ്ഞാന്നേ കിട്ടിയതാ. ഇങ്ങനെ വന്ന തന്റെ മേല് സിമ്പതി ക്രിയേറ്റ് ആയി വോട്ട് കിട്ടുമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റണ്ട് ഇതാ. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിയോട് ഒരു അലിവ് തോന്നും. ചോദിക്കാതെ തന്നെ അവർ വോട്ടും ചെയ്യും. പദവിയിലിരിക്കുന്ന MLA യോ MP യോ മരിച്ചുപോയ അവരുടെ കുടുംബത്തിലുള്ളവര് ഇലക്ഷനിൽ പങ്കെടുത്ത് ജയിക്കുന്നതിന് കാരണം പോലും ഇതാണ്: സഹതാപ വോട്ട്. മനുഷ്യർക്ക് നല്ല ഗുണവും മനുഷ്യത്വവും ഇന്നും ജീവനോടെ ഉണ്ടെന്ന് പറയുന്നതിന് അടിസ്ഥാനം തന്നെ ഈ സഹതാപമാണ്. ഇതാണ് എന്റെ ആയുധം, എന്റെ അസ്ത്രം.
എല്ലാവർക്കും എന്റെ 2 കൈകളും കൊണ്ട് നമസ്കാരം പറയാൻ കഴിയാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതേപോലെ നിങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചതിനും ക്ഷമ ചോദിക്കുക. വരുന്ന വഴിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, അതിനിടയ്ക്ക് എന്ത് പറ്റിയതാ? എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് തോന്നുന്നു കാർത്തിക. ഇല്ല ഏട്ടാ, അഥവാ ആക്സിഡന്റ് സംഭവിച്ചിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ ബാൻഡേഡ് ഇട്ട് വരാൻ പറ്റുന്നേ? ഇംപോസിബിൾ. ഒരുപക്ഷെ ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആയിരിക്കോ? കൺഫേം ആയിട്ടും അത് തന്നെ, നോ ഡൗട്ട്. പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? സഹതാപ വോട്ട് പിടിക്കാൻ വേണ്ടിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇപ്പൊ എന്ത് ചെയ്യും അഖിൽ? എല്ലാവരും അവർക്ക് തന്നെ വോട്ട് കൊടുക്കുമെന്തോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. മാനേജർ സർ, ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇല്ല, നിങ്ങൾ കറക്റ്റ് സമയത്താ വന്നേ. ഉടൻ തന്നെ നമ്മുടെ വോട്ടിംഗ് ആരംഭിക്കും. ബി റെഡി. തലയിൽ എന്താ മോളെ കെട്ട്? ആക്സിഡന്റ് പറ്റിയതാണോ? അതുകൊണ്ടാണോ ഇന്നലെ ഫാക്ടറിയിലേക്ക് വരാതിരുന്നത്? പറയും മോളെ, നിനക്ക് എന്താ സംഭവിച്ചേ? എന്താ മോളെ സംഭവിച്ചത്? ഞാൻ എന്തു പറയണമെന്നാ? എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാതിരുന്നിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെയൊക്കെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ യൂണിയൻ ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്നു. പക്ഷെ നന്മ ചെയ്യുന്നതിൽ ഇപ്പൊ സ്ഥാനമൊന്നുമില്ലല്ലോ. ഒരാള് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച 100 പേര് അവരെ ഉപദ്രവിക്കാനുണ്ടാകും. എഴുന്നേറ്റ് നിൽക്കുന്നവരെ തള്ളിയിടും. ചോദ്യങ്ങൾ ചോദിച്ചാ വായടപ്പിക്കും. എതിർത്ത് നിന്നാ നമ്മളെ കൊല്ലാനും മടിക്കില്ല. ഇപ്പോ ഇതാണ് എനിക്കും സംഭവിച്ചത്. ചിലരൊക്കെ വളരെ ശക്തിയുള്ളവരാ. നമ്മളെ പോലുള്ള പാവങ്ങളെ, ബലഹീനരായവരെ അടിച്ചമർത്താൻ ശ്രമിക്കുക. നമ്മൾ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളെ ചവിട്ടി താഴ്ത്തുക. നമ്മുടെ 3 നേരത്തെ ആഹാരം പോലും കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് അതിൽ മണ്ണിടുക. എന്താ എന്നെ നോക്കി എല്ലാം പറയുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. നമുക്കെന്താ നല്ല വസ്ത്രങ്ങൾ ഇടാൻ പാടില്ലെന്നുണ്ടോ? നല്ല ആഹാരം കഴിക്കാൻ പാടില്ലേ? വലിയ വീട്ടിൽ ജീവിക്കാൻ പാടില്ലേ? നമ്മുടെ കുട്ടികളും നല്ല സ്കൂളിലേക്ക് പഠിക്കാൻ പോകണമെന്നില്ലേ? നമ്മുടെ തലവിധിയൊക്കെ മാറ്റി നമ്മുടെ ജീവിതം നല്ല രീതിയിലാക്കാൻ പാടില്ലേ? ഒരു തൊഴിലാളിയുടെ ജീവിതം നമ്മളോട് കൂടി അവസാനിച്ച് നമ്മുടെ കുട്ടികൾ വലിയ വലിയ ഉദ്യോഗസ്ഥരായി പണക്കാരായിട്ട് ജീവിക്കാൻ പാടില്ലേ? ഇതൊക്കെയാണ് ചേട്ടാ എന്റെ ചോദ്യങ്ങള്. ഇതിനെല്ലാം വേണ്ടി, ഈ ചോദ്യത്തിന്റെയൊക്കെ ഉത്തരത്തിന് വേണ്ടിയാ ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നത്. അവിടെ എന്താ നടക്കുന്നേ? അവര് വർക്കേഴ്സിനോട് എന്താ സംസാരിക്കുന്നത്? നമ്മുടെ യൂണിയൻ ലീഡർ ആയിരിക്കും ഇവൾക്ക് ഇങ്ങനെ പണി കൊടുത്തത്. ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ ഇങ്ങനൊരു അന്യായം ഇവൻ ചെയ്തല്ലോ. പാവം, നമുക്ക് വേണ്ടിയല്ലേ ഇവൾ ഇതൊക്കെ സഹിക്കുന്നത്. തലയിലും കയ്യിലും വരെ നല്ലോണം മുറിവ് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാരമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ ബ്ലഡ് കളയുക മാത്രമല്ല, എന്റെ ജീവൻ തന്നെ കളയാൻ ഞാൻ തയ്യാറാ. നിങ്ങളുടെയൊക്കെ ജീവിതം നല്ലതാകാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എന്താണോ ഇത്? പ്രചരണം നടത്താനുള്ള സമയമാണോ ഇത്? ആ ലീഡർ അവിടെ എന്താ ചെയ്യുന്നേ? വേഗം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സാർ. എല്ലാരും വരിയായിട്ട് വന്ന് നിൽക്കൂ. ലീഡർ, കം ഹിയർ.
എന്താ സർ? വിവരം ഉണ്ടോ തനിക്ക്? അവര് വർക്കേഴ്സിനെല്ലാം കയ്യിലെടുത്തോണ്ടിരിക്കുമ്പോ താൻ എന്ത് നോക്കി നിൽക്കുമായിരുന്നു? ഒരു പ്രശ്നവും ഇല്ല സർ. നമ്മള് മദ്യവും ബിരിയാണിയും കൊടുത്തിട്ടില്ലേ? It's just a place we gotta be, just where right to wanna be. That's where you and I see, and they'll always let you free, cause they know you're part of me, and I'll always let you be, let you be, let you be, as you are, will you be? ഇപ്പോഴാണ് വോട്ടിംഗ് കഴിഞ്ഞത്. ഇനി ഏതാനും സമയത്തിനുള്ളിൽ ആരാണ് വിജയ് എന്ന് പ്രഖ്യാപിക്കും. എടത്തി, ഭാവനെ, നിങ്ങളുടെ മൗനവ്രതവും ഉണ്ണാവ്രതവും ഒക്കെ വെറുതെ ആയിപ്പോയി. എന്ത് പറ്റി എടുത്തി? എന്ത് പറ്റിയില്ലേമേ? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ വസു 10 വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റുപോയ എടത്തി. എന്താ വസു തോറ്റുപോയെന്നോ? ആ, അഭി പാവം ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കിയതാ, പക്ഷെ അതിനുള്ള ഫലം കിട്ടിയില്ല. ദൈവത്തിന് തീരെ കരുണയില്ല. നല്ലവരെ ജയിപ്പിക്കുന്നതിന് പകരം തോൽപ്പിച്ചാൽ എങ്ങനാ? എല്ലാരും ചേർന്ന് വസുവിനെ ചതിച്ചു തോൽപ്പിച്ചതായിരിക്കും. ആ, ഇപ്പൊ അവൾക്ക് നല്ല സമയമല്ലെന്ന് തോന്നുന്നമ്മേ. വസു തോറ്റു പോവുകയാണെങ്കിൽ നാളെ മുതൽ അവൾക്ക് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. വസുവിനെ മാത്രമല്ലമ്മേ, അബിയെ ഇനി അവർ ഫാക്ടറിക്കുള്ളിൽ കയറ്റില്ല. ഇപ്പോഴാണ് കൗണ്ടിംഗ് പൂർത്തിയായത്. ഈ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ശ്രീമതി വസുന്ധര വിജയിച്ചിരിക്കുന്നു.
എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ചിരിക്കുന്നേ? വസു തോറ്റു എന്നറിഞ്ഞപ്പോ ഇളയമ്മയ്ക്ക് ചിരി വരുന്നോ? വാസു ഒന്നും തോറ്റു പോയിട്ടില്ല. പിന്നെ അവള് ജയിച്ചെടുത്തി. കൺഗ്രാറ്റുലേഷൻസ് പുതിയ യൂണിയൻ ലീഡർ വസുന്ധര. അമ്മേ, ഭാവനെ, എന്ത് നല്ല കാര്യം ഏട്ടത്തി പറഞ്ഞേ. വസു തന്നെ ജയിക്കണം. വസു ആണ് ജയിച്ചത്. എല്ലാത്തിനും നിങ്ങളുടെ മൗനവ്രതവും ഉണ്ണാവ്രതം എടുത്തി കാരണം. അതെല്ലാം ഇപ്പൊ ഇളയമ്മ നശിപ്പിച്ചില്ലേ? വസു ജയിച്ചു എന്നറിഞ്ഞതിന് ശേഷം നിങ്ങളോട് ഞാൻ തമാശ കാണിച്ചതല്ലേ? എത്രയും വേഗം ഏട്ടത്തിക്ക് മധുരം കഴിക്കാൻ തരണം. ഞാൻ എന്താ എടുത്തോണ്ട് വരാം. ഇപ്പൊ അവിടെ അഖിലിന്റെയും കാർത്തികയുടെ അവസ്ഥ എന്തായിരിക്കും? യൂണിയൻ ഇലക്ഷൻസിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് യൂണിയൻ ലീഡറാകാൻ പോകുന്ന ശ്രീമതി വസുന്ധരയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് യൂണിയൻ ലീഡറിനെ ആദരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കാം. പുതിയ യൂണിയൻ ലീഡർ വസുന്ധരയ്ക്ക് പൊന്നാട അണിയിച്ച് മാലയിട്ട് ബൊക്കെ കൊടുത്ത് ആദരിക്കാനായി ചെയർമാന്റെ വൈഫിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം, ഈ ആദരവ് എന്റെ ഭർത്താവിന്റെ കൈകൾ കൊണ്ട് നടക്കണമെന്നാ എന്റെ ആഗ്രഹം. വേദിയിലേക്ക് വന്ന് ശ്രീമതി വസുന്ധരയെ ആദരിക്കണമെന്ന് അവരുടെ ഭർത്താവായ അഭിരാമിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് ചെല്ലിയേട്ടാ, വേഗം ചെല്ലിയേട്ടാ. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗത്തിങ്കളും നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗത്തിങ്കളും നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. കിനാവിലി ജനാലയിൽ വരൂ വരൂ വിലോലയായി. അകതാരിൻ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും തിരഞ്ഞെടുത്ത പുതിയ യൂണിയൻ ലീഡറെ 2 വാക്ക് സംസാരിക്കാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. വേല പോൽ കുളിർ തൂകും നിൻ തലോടലി ദിനപൂക്കും പാടമാകവേ കാത്തു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ജയിപ്പിച്ച എല്ലാവരോടും ഞാൻ എന്റെ ഹൃദയം കൊണ്ട്
നന്ദി പറയുകയാണ്. ഏതൊരാണിന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും